ഇസ്രായേലും കൂടി ഇറാനിൽ മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നിരന്തരം നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് കറുത്ത പുകപടലങ്ങളൊക്കെ ഉയരുന്നതാണ്. ഈ ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തായാലും അവിടെ നിന്ന് വരുന്നത് വിഷാംശം അടങ്ങിയിട്ടുള്ള പുകപടലങ്ങളായിരിക്കുമല്ലോ. അത് നമ്മളെ ബാധിക്കുമോ? നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോകും. അതുകൊണ്ട് തന്നെ പറയാം, കൃത്യമായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഇറാനിലെ ബോംബ് വർഷത്തിന് പിന്നാലെ ഉയരുന്ന പുകപടലം. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇറാനിലെ ടെഹ്റാൻ എന്ന് പറയുന്ന അവർ തലസ്ഥാനത്തെ എണ്ണപ്പാടത്തിന് മേലെ അമേരിക്കയും ഇസ്രായേലും ഇട്ട ബോംബുകളാണ് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തുകയാണ്. ഇത് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം ഇന്ധനമാണ് കത്തുന്നത്. ഇന്ധനം കത്തുമ്പോൾ അതിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിഷപദാർത്ഥങ്ങളെല്ലാം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഉയരുന്ന വിഷപ്പുകയിൽ നിന്ന് വലിയ തോതിലുള്ള വിഷാംശം അന്തരീക്ഷത്തിൽ കലരാനും പകരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രവുമല്ല, പ്രശ്നമെന്ന് പറയുന്നത് വൻതോതിലാണ് ഈ പറയുന്ന എണ്ണപ്പാടം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വലിയ തോതിൽ തീ ഉയരുന്നുമുണ്ട്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തീജ്വാലകളാണ് ഉയരുന്നത്. ഈ തീജ്വാല ഉയരുമ്പോഴത്തേക്കും വലിയ തോതിൽ താപനില വർദ്ധിക്കും. താപനില വർദ്ധിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ഈ എണ്ണ അന്തരീക്ഷത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. വലിയ തോതിൽ തീ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിലൂടെ ചാരം മാത്രമല്ല ഈ പദാർത്ഥങ്ങൾ മുഴുവൻ വരും. ഈ ഉയരുന്ന എണ്ണയും മറ്റുമൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് മഴ പോലെ പെയ്തിറങ്ങുകയും ചെയ്യും. മഴ പോലെ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻറ്റൻസിറ്റിയിലല്ല, എങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ ഈ പറയുന്ന ഇന്ധനത്തിൻ്റെ എണ്ണയുടെ അംശം ശരീരത്തേക്ക് വന്ന് വീഴുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ ചില പ്രദേശങ്ങളിൽ, എണ്ണപ്പാടവുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ എന്നുള്ളത്. അത് മാത്രവുമല്ല, ഈ പൊട്ടിത്തകർന്ന എണ്ണപ്പാടത്തിൽ നിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകുന്നുമുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇറാൻ്റെ തെരുവുകളിൽ, ടെഹ്റാനിലെ തെരുവുകളിൽ അടക്കമുള്ള ഓടകളിലൊക്കെ തീ പടർന്നിട്ട് ഇങ്ങനെ തീ ഉയരുന്നതിൻ്റെ ദൃശ്യവും കാണുന്നുണ്ട്. നമുക്ക് വീഡിയോയൊക്കെ പ്രേക്ഷകരെ കാണിക്കാം. ഏതായാലും വലിയ തോതിൽ ഗുരുതരമായിട്ടുള്ള തീപിടുത്തം ഇറാനിലെ എണ്ണപ്പാടത്തിലുണ്ടായതിൻ്റെ ഭാഗമായി വൻതോതിൽ വിഷപ്പുക ഉയരുന്നുണ്ട്. ഈ വിഷപ്പുക ഉയരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ വിഷപ്പുക അല്ലെങ്കിൽ തന്നെ മിസൈലുകൾ വീണിട്ടും ബോംബുകൾ വീണിട്ടും, മിസൈലിലും ബോംബിലും ഒക്കെ ഉള്ള രാസപദാർത്ഥങ്ങളാണ്. ഈ രാസപദാർത്ഥങ്ങളെല്ലാം തന്നെ കത്തിക്കൊണ്ട് അത് കത്തുമ്പോൾ നമുക്കറിയാം മിസൈലുകൾക്കകത്തുള്ളത് ഈ വെടിമരുന്ന് മാത്രമല്ല, ഇലക്ട്രോണിക് ഘടകങ്ങളുണ്ട്. ഇലക്ട്രോണിക് ഘടകങ്ങൾക്കൊപ്പം തന്നെ ഈ സൂപ്പർ കമ്പ്യൂട്ടർ പോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വിവിധ കാര്യങ്ങൾ ഒരു മിസൈലിനകത്ത്, ഒരു കുഴലിനകത്ത്, ഒരു ഇരുമ്പ് കുഴലിനകത്ത് വിവിധ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ കത്തുകയാണ്. ഇത് കത്തുമ്പോൾ വലിയ തോതിൽ വിഷയത്തിൻ്റെ ഘടകങ്ങളെല്ലാം തന്നെ ഈ പുകയിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഒരു ബോംബ് വീണ് ആൾക്കാർ മരിക്കുന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന വിഷപദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ പടരുന്നത് സാധാരണഗതിയിൽ ഉള്ള അന്തരീക്ഷ വായുവിൻ്റെ മാലിന്യത്തിനെ ഇരട്ടിയിലാക്കും. അപ്പോൾ ഒരു പക്ഷേ ഈ ജനങ്ങൾക്ക് ഇനിയുള്ള കാലത്തേക്കുള്ള പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. അത് ഇറാനിൽ മാത്രമല്ല, ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യാതിർത്തി കൊണ്ട് നിൽക്കില്ലല്ലോ, അന്തരീക്ഷം പടർന്നു കിടക്കുന്നതാണല്ലോ. അപ്പോൾ ഇറാനിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷവാതകങ്ങൾ ആ രാജ്യത്ത് നിന്ന് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പുറത്തേക്ക് വരുന്നതിൻ്റെ ഇപ്പോഴത്തെ സൂചന നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള മേഖലയിലേക്ക്, ഏഷ്യൻ മേഖലയിലേക്ക് ഇത് പടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ ഗുരുതരമായിട്ട് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കും. പക്ഷേ ഇന്ത്യയെ ഗുരുതരമായ തോതിൽ ബാധിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. കാറ്റിൻ്റെ ഗതി മാറിയാൽ വൻതോതിലുള്ള ഈ പറയുന്ന വിഷവാതകം ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തുർക്ക്മെനിസ്ഥാന്, അതുപോലെ തന്നെ ചൈന, അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കാണ്. തുർക്ക്മെനിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, തെക്ക് കിഴക്കൻ ഏഷ്യയുണ്ട്. അപ്പോൾ ഇത്രയും തെക്ക് കിഴക്കൻ ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഉൾപ്പെടും. പക്ഷേ ഗുരുതരമായിട്ട് നമ്മളുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഹിമാലയം നിൽക്കുന്ന ഒരു സംരക്ഷണ വിദ്യ പോലെയാണ്. അതുകൊണ്ട് വലിയ തോതിൽ ഇങ്ങോട്ടോ കടന്നു വരുന്നില്ല. എങ്കിലും ഹിമാലയത്തിൻ്റെ അപ്പർ റീജിയനുകളിൽ, ഉയർന്ന മേഖലകളിൽ ഈ വിഷവാതകം എത്തുന്നുണ്ട്, കറുത്ത പുക എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കറുത്ത പുക ഉയരുമ്പോൾ തന്നെ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളിലേക്ക് ഇവ സ്വാംശീകരിക്കപ്പെടും. അത് അമ്ലമഴയായിട്ട് പെയ്യും. അമ്ലമഴ എന്ന് പറഞ്ഞാൽ ആസിഡ് മഴയായിട്ട് ഇത് പെയ്തിറങ്ങുകയും ചെയ്യും. അങ്ങനെ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മേഖലകളിലും ഹിമാലയത്തിൻ്റെ മേഖലകളിലും ആസിഡ് മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ആസിഡ് മഴ നമ്മുടെ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗങ്ങളിൽ, അതായത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹരിയാന തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയുണ്ട്, ജമ്മു കാശ്മീർ അടക്കം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അമ്ലമഴ പെയ്തു കഴിഞ്ഞാൽ അമ്ലമഴ വിപരീത ഗുണത്തിൽ നമ്മളെ ബാധിക്കും. നമ്മുടെ കൃഷിയെ ബാധിക്കും, നമ്മളുടെ ജലാശയങ്ങളെ ബാധിക്കും,
നമ്മുടെ ജീവജാലങ്ങളെ ബാധിക്കും, ശുദ്ധജല ലഭ്യതയെ ബാധിക്കും. അപ്പോൾ ഇത്രയും ഈ 4 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ബാധിക്കും, നേരിട്ട് തന്നെ ബാധിക്കും എന്നാണ് ഉത്തരം. പക്ഷേ ഗുരുതരമായി ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. നിലവിൽ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഗുരുതരമായി ബാധിക്കില്ല. എന്നാൽ കാറ്റിൻ്റെ ഗതി മാറി ഇന്ത്യൻ ഉപദ്വീപിലേക്ക് ഇത് കൂടുതലായിട്ട്, ഉപഭൂഖണ്ഡത്തിലേക്ക് ഇത് കൂടുതലായിട്ട് എത്തുകയാണെങ്കിൽ അത് വൻതോതിലുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇടയുണ്ട് എന്നാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇനി നമുക്ക് തൊട്ട് മുമ്പ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കുറച്ച് നാൾ മുമ്പ് എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരുന്നു. ഹെയ്ലി ഗുബി എന്ന് പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനമാണ് അന്ന് പൊട്ടിയത്. ആ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ വൻതോതിൽ ചാരങ്ങളും ഇതിൻ്റെ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങളും പുകപടലങ്ങളും എല്ലാം തന്നെ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ഏതാണ്ട് 14 കിലോമീറ്റർ ഉയരത്തിൽ അത് ഈ നമ്മുടെ ഏഷ്യൻ ഭാഗത്തേക്ക് സഞ്ചരിച്ച് വരികയും ചെയ്തു. അന്ന് ഹെയ്ലി ഗുബിയിൽ നിന്ന് ഉയർന്ന ഈ പറയുന്ന ചാരവും പുകപടലവും ഒക്കെ തന്നെ വിവിധ രാജ്യങ്ങളെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കുകയുണ്ടായിരുന്നു. അപ്പം നമുക്ക് അന്ന് നവംബർ 25-ന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് 7 വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. അതുപോലെ തന്നെ 10-ലേറെ വിമാനങ്ങൾ വൈകിയുമാണ് പുറപ്പെട്ടത്. ഈ പറയുന്ന വിഷപ്പുകയും ഈ പുകപടലങ്ങളും ചാരവും ഒക്കെ ആയിരുന്നു അന്ന് പ്രതികൂലമായി നമ്മളെ ബാധിച്ചത്. 14 കിലോമീറ്റർ ഉയരത്തിൽ പറന്ന ഈ ചാരം നമ്മുടെ വിവിധ രാജ്യങ്ങളെ ബാധിക്കുകയും നമ്മളുടെ വിമാന സർവീസുകളെ ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള അകലം എന്ന് പറയുന്ന 3000 കിലോമീറ്ററിൽ താഴെയാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ഇറാൻ ആയിരുന്നേനെ നമ്മുടെ അയൽ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ബഫർ സോൺ കിടക്കുന്നത് കൊണ്ടാണ് വലിയ തോതിൽ ബാധിക്കാത്തത്. എങ്കിലും ഇന്ത്യയിലേക്ക് ഇവ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മളുടെ കാലാവസ്ഥയിലേക്കും നമ്മളുടെ അന്തരീക്ഷത്തെയും ഒക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നമ്മുടെ അന്തരീക്ഷത്തിനും പ്രകൃതിക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇറാൻ യുദ്ധം വരുത്തി വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടയ്ക്ക് ഒരു ട്രോള് കണ്ടായിരുന്നു. അതായത് ഞാൻ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പേപ്പർ കപ്പ് ഉപയോഗിക്കുന്നു, പക്ഷേ ആ വലിയ രാജ്യങ്ങൾ തമ്മിൽ വമ്പൻ മിസൈലുകൾ വിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രകൃതി പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് അറിയാം. അവിടെയാണോ എൻ്റെ പ്ലാസ്റ്റിക് കപ്പ് എന്നൊരു ചോദ്യം ട്രോളുകളായിട്ടൊക്കെ വന്നിരുന്നു. ഏതായാലും നമ്മളിവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വലിയ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പരിസ്ഥിതിവാദികളും ഒക്കെ ഘോരഘോരം കരയുകയും ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ അവരുടെ നാവ് പൊന്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർ ഇറക്കുന്ന ഫണ്ടിങ്ങിലാണ് ഇവിടുത്തെ പല പരിസ്ഥിതി പ്രവർത്തകരും പ്രവർത്തിച്ചു പോകുന്നത്. അവർക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നമ്മൾ ഇന്ത്യ ഉയർത്തുന്ന കൊണ്ടുവരുന്ന നേവൽ ബേസും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളും ഒക്കെയാണ് പ്രശ്നം. പക്ഷേ ഈ പറയുന്ന മിസൈൽ വർഷിച്ചുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നും പ്രശ്നമല്ല. സോണിയാഗാന്ധിക്കൊക്കെ അമേരിക്കയെ എതിർക്കാനും ഇസ്രായേലിനെ എതിർക്കാനും ഒക്കെ ഇത്തിരി പ്രശ്നമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും ഇറാനൊപ്പമാണ് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെതിരായിട്ടൊരു വാമൊഴി മിണ്ടാനായിട്ട് സോണിയാഗാന്ധിക്ക് കഴിയില്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവർ നിൽക്കുന്നത്. നമുക്ക് ഇസ്രായേലിനോടും അമേരിക്കയോടും വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മുടെ താല്പര്യമാണ് നമുക്ക് പ്രധാനമെന്നുള്ളതാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന രീതി. പക്ഷേ ഈ സോണിയാഗാന്ധിക്കും അവരുടെ കൂട്ടർക്കുമൊക്കെ വലുത് എന്ന് പറയുന്നത് അവരുടെ താല്പര്യങ്ങളല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെയും മറ്റ് പല ആൾക്കാരുടെയും താല്പര്യങ്ങളാണ്, ഇവിടുത്തെ ഈ പറയുന്ന മതപ്രകടനത്തിൻ്റെ താല്പര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യക്ക് അതല്ല എന്നുള്ളതാണ്. ഏതായാലും പരിസ്ഥിതി പ്രശ്നം അങ്ങനെ രാഷ്ട്രീയവുമായിട്ട് കലർന്ന വലിയ തോതിൽ നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുണ്ടാകുന്ന ഈ ഭീഷണി ഉയർന്നിരിക്കുന്നത്. വൻതോതിലുള്ള വിഷപ്പുക ഉയർന്നിരിക്കുന്നു. അത് ഇന്ത്യയുടെ അന്തരീക്ഷത്തെയും വലിയ തോതിൽ സ്വാധീനിക്കാനിടയുണ്ട്. മാർച്ച് 8-നായിരുന്നു ഈ പറയുന്ന എണ്ണക്കടറിലേക്ക് അമേരിക്കയും ഇസ്രയേലും ബോംബ് വർഷിച്ചത്. അതിന് പിന്നാലെയാണ് ഈ എണ്ണമഴ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവുകയും ടെഹ്റാനിലെ ഓടകളിൽ തീപടരുകയും ഈ അമ്ലമഴയ്ക്കുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അമ്ലമഴ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ രൂക്ഷത എത്രത്തോളം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് ശരീരത്തിൽ പൊള്ളൽ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ത്വക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ജാഗ്രതയിലിരിക്കുക, ഭയം വേണ്ട, ജാഗ്രത മതി, അതാണ് നിലപാട്. എങ്കിലും നമ്മുടെ അന്തരീക്ഷത്തെ നേരിട്ട് ഉടനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാറ്റിൻ്റെ ഗതി മാറിയാൽ പക്ഷേ പ്രശ്നം ഗുരുതരമാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനകത്തേക്ക് പ്രവേശിക്കുക. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ആൾ കൊടുക്കുക. എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകളിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ, ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.
അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് നൽകുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ത്യ ലൈവിനെ സഹായിക്കണം.